ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ബീഫ് പല രീതിയിൽ കഴിക്കാറുണ്ടല്ലോ. ബീഫ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് സൗത്ത് ആഫ്രിക്കൻ ട്രഡീഷണൽ ഡിഷായ പൊയ്ക്കി കഴിച്ചപ്പോഴാണ്. നമ്മുടെ അടുത്ത സുഹൃത്തായ അനീഷ് കൃഷ്ണൻകുട്ടി ബ്രോയാണ് പൊയ്ക്കിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നതും പൊയ്ക്കി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തത്. പൊയ്ക്കി പാകം ചെയ്യുന്നത് പൊയ്ക്കി പോട്ട് എന്ന് വിളിക്കുന്ന ഒരു വലിയ കട്ടിയുള്ള ഇരുമ്പ് പാത്രത്തിലാണ്. ഇരുമ്പ് കൊണ്ട് തന്നെയുള്ള കട്ടിയുള്ള ഒരു മൂടിയും ഇതിനുണ്ട്. ഞങ്ങൾ അനീഷ് ബ്രോയുടെ കയ്യിലുള്ള ഒരു വലിയ ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കി അതിലേക്ക് ബീഫ് കഷ്ണങ്ങൾ ഇട്ടു. ഈ ബീഫ് കഷ്ണങ്ങൾ ഒന്ന് ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കുകയാണ്. ബീഫ് കോരിയെടുത്തതിന് ശേഷം അതേ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് വഴറ്റുന്നു. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവാള ഒന്ന് നിറം മങ്ങുന്നവരെ ഇളക്കി വേവിക്കണം. ഇനി പോക്കിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേവി തയ്യാറാക്കണം. ഇതിനായി വേണ്ടത് ബീഫ് സ്റ്റോക്ക് ക്യൂബ്സും ഒരു സീസണിങ് പൗഡറുമാണ്. ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ചൂടാക്കി അതിലേക്ക് 4 ബീഫ് സ്റ്റോക്സ് ക്യൂബ്സ് ഇട്ടു. അനീഷ് ബ്രോ വാങ്ങിയിരിക്കുന്നത് നൊറോക്സിൻ്റെ സ്റ്റോക്സ് ക്യൂബ്സ് ആണ്. ചെറുതായി ഒന്ന് ഇളക്കിയപ്പോൾ സ്റ്റോക്സ് വെള്ളത്തിൽ അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് 6 കൺസിൻ്റെ 2 ടേബിൾ സ്പൂൺ സീസണിങ് പൗഡർ ഇട്ട് കൊടുത്തു. ഇതിൽ 2ലും ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് തിള വരുന്നത് വരെ ചൂടാകുമ്പോൾ ഗ്രേവി റെഡി. പൊയ്ക്കി പോട്ടിലെ ഓണിയൻ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് റോബർട്ട്സൺസ് ഡ്രൈ ആൻഡ് ഗ്രിൽ പൗഡർ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ ചെറിയ രീതിയിൽ അടച്ചു വെച്ച് ഉപയോഗിക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ബീഫിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി ചെറിയ തിള വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പച്ചക്കറികൾ ഇതിന് മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ലെയറിൽ വലിയ കഷ്ണങ്ങളായി മുറിച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് മുകളിലായി ക്യാരറ്റ് ഇടുന്നു. ഇനി കുറച്ച് ബീൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് മുകളിലായി കോളിഫ്ലവർ ലെയർ ചെയ്ത് കൊടുക്കുന്നു. അടുത്തതായി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കോൺ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വൈൻ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബിയർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. ചെറിയ തീയിലിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഒരു 40 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി. ചെറിയ തീയിലാണെങ്കിലും കട്ടിയുള്ള പാത്രമായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ തിളച്ച് വേവുകയാണ്. ഇനി ഉപ്പ് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നിയത് കൊണ്ട് ആരോമാറ്റിൻ്റെ സീസണിങ് സാൾട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുന്നു. അരമണിക്കൂറിന് ശേഷം വീണ്ടും തുറന്ന് നോക്കുകയാണ്. കുക്കിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മണിക്കൂറാകുന്നു. വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒരുവിധം കുക്കായിട്ടുണ്ട്. മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന കോണൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുകയാണ്. അരമണിക്കൂർ കൂടി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി നോക്കുകയാണ്. വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒരുവിധം ഉടയുന്ന രീതിയിൽ ആയിട്ടുണ്ട്. മീറ്റൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 4 മണിക്കൂറത്തെ കുക്കിങ്ങിന് ശേഷം നമ്മുടെ പൊയ്ക്കി നന്നായി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൊയ്ക്കി വീഡിയോ. വീഡിയോസൊക്കെ ഒരു മെമ്മറീസിന് വേണ്ടി എടുത്തതാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ബൈ.